എപ്പിസോഡ് 8 കുട്ടികളുടെ മാറാട്ടം. തന്റെ മുൻപിൽ വന്നു നിൽക്കുന്ന ആ രൂപം ആരാണെന്ന് അറിയാനായി ആമിമോൾ തല പൊക്കി നോക്കി. തന്റെ ദേഷ്യത്തിൽ നോക്കുന്ന ആ അപരിചിതനെ കണ്ടതും അവൾക്ക് ചെറുതായി ഭയം തോന്നി. ആരോടും പറയാതെ എന്തിനാ നീ ഇങ്ങോട്ട് ഓടി വന്നത്? ഇവിടെ നീ എന്ത് ചെയ്യാ? അബിയെ തിരിഞ്ഞു വന്ന സഞ്ജീവായിരുന്നു അത്. അബി എന്ന് തെറ്റിദ്ധരിച്ച് അവൻ ആമിയുടെ അടുത്ത് എത്തിയതായിരുന്നു. അവൾ അതിന് മറുപടി പറയും മുൻപേ തന്നെ സഞ്ജീവ് അവളെയും എടുത്ത് റെസ്റ്റോറന്റിന്റെ പുറത്തേക്ക് പോകാൻ തുനിഞ്ഞു. അയ്യോ, ഓടി വരണേ, എന്നെ കിഡ്നാപ്പ് ചെയ്യുന്നേ! പെട്ടെന്ന് ആരോ ഒരാൾ വന്ന് തന്നെ പൊക്കിയെടുത്തതും ആമിമോൾ പേടിച്ച് നിലവിളിച്ചു. അത് കേൾക്കെ സഞ്ജീവ് അവളുടെ മാ പൊത്തിപ്പിടിച്ചു. എന്നാൽ അബിയോട് പറഞ്ഞ സമയത്ത് താൻ എത്താത്തത് കൊണ്ട് തന്നോടുള്ള ദേഷ്യത്തിൽ നിലവിളിക്കുന്നു എന്നാണ് സഞ്ജീവ് കരുതിയത്. അബി അടങ്ങിയിരിക്കുക, സഞ്ജീവ് പറഞ്ഞു. എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്നു, ഇതൊന്നും നല്ലതല്ല, ശരീരത്തിന് കേടാണെന്ന്. അതും പോരാഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇതിന് മാത്രം ധൈര്യം നിനക്ക് എവിടെ വന്നു അബി? പറയാൻ അനുസരിക്കാൻ പറ്റില്ല നിനക്ക്? സഞ്ജീവ് ചോദിച്ചു. മോളുടെ വായിൽ നിന്നും കൈയെടുക്കാതെയാണ് അവൻ സംസാരിച്ചത്. അപ്പോഴേക്കും അവളുടെ നിലവിളി കേട്ട് അവിടെയുള്ളവരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചിലരൊക്കെ അവരെ സംശയത്തിൽ നോക്കി. സഞ്ജീവ് അത് കണ്ടു. അവരുടെ നോട്ടത്തിന്റെ പിന്നിലെ കാര്യം മനസ്സിലായതും സഞ്ജീവ് വേഗം ആമിമോളുടെ വായിൽ വെച്ച കൈ എടുത്തു മാറ്റി. ഇങ്ങനെ ഒറ്റയ്ക്ക് വരരുതെന്ന് എത്ര തവണ പറഞ്ഞു അബി? നിനക്കെന്താ മനസ്സിലാവാത്തത്? ഇതൊക്കെ കഴിച്ചാൽ നിനക്ക് അസുഖം വരും. അച്ഛൻ ഒത്തിരി ജോലിയുണ്ട്, അതല്ലേ അച്ഛന് മോന്റെ കൂടെ ഇരിക്കാൻ പറ്റാത്തത്? സഞ്ജീവ് അനുനയത്തിൽ ശാന്തമായി സംസാരിച്ചു. എന്നാൽ ആമിമോൾ അതിലെ അച്ഛൻ എന്ന വാക്ക് മാത്രമേ കേട്ടുള്ളൂ. അച്ഛാ, അവൾ പതിയെ വിളിച്ചു നോക്കി. എന്താ അച്ഛാ, നീ സോപ്പൊന്നുമില്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറയും, സഞ്ജീവ് ഗൗരവത്തോടെ പറഞ്ഞു. എന്നാൽ ആമിമോൾ അവിടെ തന്റെ അച്ഛനെ കണ്ടെത്തിയ സന്തോഷത്തിലാണ്. ഇത്രയും നാളും അവൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് അച്ഛനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ മായ ദേഷ്യത്തിൽ, നിനക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ, മോക്ക് അമ്മ വേണ്ടേ, അച്ഛന് മതിയോ? അമ്മയെ ഇഷ്ടമല്ലേ മോക്കപ്പോ എന്നൊക്കെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ തന്റെ അച്ഛനും അമ്മയും പിണങ്ങിയിരിക്കുകയാണെന്നാണ് ആ കുഞ്ഞു മനസ്സിലാക്കിയത്. പിന്നെ അച്ഛനെ കുറിച്ച് അവൾ ചോദിക്കുമ്പോഴൊക്കെ മായ മോള് കാണാതെ മാറി നിന്ന് കരയാറുണ്ട്. തന്റെ സ്നേഹം മോൾക്ക് പറ്റുന്നില്ലേ എന്ന് ഓർത്ത്. പക്ഷേ അമ്മ കരയുന്നത് ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുള്ള മോള് പിന്നെ അങ്ങനെ കൂടുതലും അമ്മയോട് അച്ഛനെ പറ്റി ഒന്നും ചോദിക്കാറില്ല. പക്ഷേ സ്കൂളിൽ പോകുമ്പോൾ തന്റെ കൂട്ടുകാരൊക്കെ അച്ഛന്റെ കൂടെ വരുമ്പോൾ അവൾ ആശിച്ചിട്ടുണ്ട് തന്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. എങ്കിലും അമ്മയ്ക്ക് വേണ്ടി അവൾ അതെല്ലാം ഉള്ളിലടക്കി. കുറച്ചൊക്കെ മായ്ക്ക് അറിയാമെങ്കിലും പറയാൻ മറുപടി കൈവശമില്ലാത്തതിനാൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 5 വയസ്സേ ഉള്ളൂവെങ്കിലും മോള് കുറച്ചുകൂടി ആക്റ്റീവും സ്മാർട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അച്ഛൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നതും അവൾക്ക് കൺഫ്യൂഷനായി. പക്ഷേ സഞ്ജീവിനെ കണ്ടപ്പോൾ കുഴപ്പക്കാരനായി തോന്നിയില്ല അവൾക്ക്. അവൾ പതിയെ കൈ നീട്ടി അവന്റെ മുഖത്ത് തൊട്ടു. എന്നിട്ട് അച്ഛാ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അവളുടെ ഈ പ്രവൃത്തി സഞ്ജീവിന് വിചിത്രമായി തോന്നി. അബി, എന്തു പറ്റി നിനക്ക്? നീ ഇത് കഴിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? സഞ്ജീവ് ചോദിച്ചു. അച്ഛാ, എനിക്ക് വിശക്കുന്നു, എന്തേലും വാങ്ങിത്താ, മോൾ അവളുടെ വയറ്റിൽ തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അത്രയും നേരം ഉണ്ടായിരുന്ന സഞ്ജീവിന്റെ ദേഷ്യം ആവിയായി പോയി. തന്റെ മോൻ ആദ്യമായി വിശക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സാധാരണ അബിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. സഞ്ജീവ് നിർബന്ധിച്ച് എന്തെങ്കിലും കൊടുത്താലേ കുറച്ചെങ്കിലും കഴിക്കൂ. ആ ഫുഡ് അബിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവൻ ആഹാരം നേരെ കഴിക്കാത്തത്. അതേസമയം പുറത്തെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. പക്ഷേ ഒരിക്കൽ പോലും വിശക്കുന്നു എന്ന് പറയാറില്ല. കുഞ്ഞിന് വിശക്കുന്നു എന്ന് പറഞ്ഞതും സഞ്ജീവ് പിന്നെ ഒന്നും ഓർക്കാതെ ആമിയം കൊണ്ട് അടുത്ത് ഒഴിഞ്ഞു കിടന്നൊരു സീറ്റിലേക്കിരുന്നു. എനിക്ക് ആകെ 1 മണിക്കൂറേ സമയമുള്ളൂ, അതിനുള്ളിൽ കഴിക്കണം, സഞ്ജീവ് തന്റെ മോച്ചിൽ നോക്കി പറഞ്ഞു. 1 മണിക്കൂർക്ക് ധാരാളം അച്ഛാ, ആമിമോൾ നിഷ്കളങ്കമായി പറഞ്ഞു. അത് കേൾക്കെ സഞ്ജീവിന്റെ മനസ്സ് നിറഞ്ഞു. സർ, ഓർഡർ. അവരുടെ അടുക്കൽ ഓർഡർ എടുക്കാൻ വെയിറ്റർ വന്നതും സഞ്ജീവ് 2 ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തു. പുറത്തുനിന്ന് സഞ്ജീവ് മോന് വാങ്ങിക്കൊടുക്കുന്ന ഒരേ ഒരു സാധനം ഓറഞ്ച് ജ്യൂസ് ആണ്. അത് കേട്ട് മോൾ അമ്പരന്ന് നോക്കി. കാരണം ആമിക്ക് ജ്യൂസ് കുടിച്ചാലൊന്നും അവളുടെ വയറ് നിറയില്ല. ഇതെന്താ അച്ഛാ, ജ്യൂസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? സഞ്ജീവിനെ നോക്കി അത്രയും ചോദിച്ചിട്ട് അവൾ നേരെ വെയിറ്ററുടെ നേർക്ക് തിരിഞ്ഞു. അങ്കിൾ, എനിക്കൊരു 3 ഇഡ്ലിയും പിന്നെ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമും. മോള് പറഞ്ഞത് കേട്ട് ഓക്കെ എന്ന് പറഞ്ഞ് അയാൾ പോയി. എന്നാൽ മോൾ ഓർഡർ ചെയ്തത് കേട്ട് കണ്ണും തള്ളി ഇരിപ്പാണ് സഞ്ജീവ്. കാരണം അബിക്ക് ഇഡ്ഡലി ഇഷ്ടമല്ല. വീട്ടിൽ അവനെ ഇഡ്ഡലി കഴിപ്പിക്കാൻ കുറെ കഷ്ടപ്പെടാറുണ്ട് സഞ്ജീവ്. നിനക്ക് ഇഡ്ഡലി ഇഷ്ടമാണോ? സഞ്ജീവ് അതിശയത്തോട് ചോദിച്ചു. പിന്നെ ഇഷ്ടമല്ലാതെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കഴിക്കുന്നല്ലേ, മോൾ ഒന്നും ഓർക്കാതെ പറഞ്ഞു. മായ ഇടയ്ക്ക് മോൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മോൾക്കത് വലിയ ഇഷ്ടമാണ്. എന്നും താൻ വീട്ടിൽ കൊടുത്ത് അബിക്ക് ഇഡ്ഡലി ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് സഞ്ജീവ് കരുതിയത്. പക്ഷേ ഐസ്ക്രീം കഴിക്കുന്നത് നല്ലതല്ല, അത് കഴിച്ചാൽ പനി വരും, സഞ്ജീവ് പറഞ്ഞു. ഇതുവരെ ആമിയോട് ആരും അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവളുടെ അമ്മ പോലും. തന്റെ അച്ഛൻ ആദ്യമായി കഴിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ അവൾക്ക് തോന്നി. ശരി അച്ഛാ, അവൾ തലകുലുക്കി സമ്മതിച്ചത് കാണെ സഞ്ജീവിന് ആശ്ചര്യം തോന്നി. അബിയുടെ സ്വഭാവം വെച്ച് അവൻ വാശി പിടിക്കുന്നതാണ് പതിവ്. അപ്പോഴേക്കും ഭക്ഷണം എത്തിയിരുന്നു. മോളത് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടാണ് സച്ചിൻ അങ്ങോട്ട് വന്നത്. ഇതെന്താ അബി ഇങ്ങനെ ഇഡലി കഴിക്കുന്നത്? അവൻ ഇഡലി ഇഷ്ടമല്ലോ. പതിയെ സഞ്ജീവിന്റെ അടുത്തിരുന്ന് അവനോട് ചോദിച്ചു സച്ചിൻ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മോള് അത് കേട്ടില്ല. ഇടയ്ക്ക് അവൾ തല ഉയർത്തി നോക്കിയപ്പോൾ സഞ്ജീവിന്റെ അടുത്തിരിക്കുന്ന സച്ചിനെ കണ്ട് ആദ്യമായി കാണുന്നത് പോലെ നോക്കി. എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? സച്ചിൻ അവളുടെ നോട്ടം കണ്ട് ചോദിച്ചു. ആരാ? മോള് ചോദിച്ചത് കേട്ട് സച്ചിൻ അമ്പരന്നു. രണ്ടുപേരും കൂടി റൂമിലിരുന്ന് വഴക്കിട്ടുണ്ടാവും എന്നാണ് സഞ്ജീവ് കരുതിയത്. ഇടയ്ക്ക് രണ്ടും പിണങ്ങിയിരിക്കാറുണ്ട്. എന്താ അബി, ഇന്നും ചെറിയച്ഛനുമായിട്ട് വഴക്കിട്ടോ നീ? സഞ്ജീവ് ചോദിച്ചു. അബി കുറച്ച് പതിഞ്ഞുള്ള സ്വഭാവമാണെങ്കിലും അവൻ കുറച്ചെങ്കിലും നന്നായി സംസാരിക്കുന്നത് സഞ്ജീവിനോടും സച്ചിനോടുമാണ്. ഞാനോ ചെറിയച്ഛനോടോ? അവൾ സംശയത്തിൽ ചോദിച്ചു. സച്ചിൻ തന്റെ ചെറിയച്ഛനാണെന്ന് സഞ്ജീവിന്റെ സംസാരത്തിൽ നിന്ന് അവൾ മനസ്സിലാക്കി. ഇതാത്ത ഈ ഐസ്ക്രീം, ഇതിപ്പോ മെൽറ്റ് ആവും, അതുകൊണ്ട് ഞാൻ എടുക്കുവാണേ. അവരുടെ ടേബിളിലെ ഐസ്ക്രീം എടുത്തുകൊണ്ട് സച്ചിൻ പറഞ്ഞു. അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മോളൊന്നും പറഞ്ഞില്ല. ആമി സാമ്പാറിൽ മുക്കി ഇഡലി കഴിക്കുന്നത് കണ്ട് സഞ്ജീവ് അത്ഭുതത്തോടെ നോക്കി. സാധാരണ കൈകൊണ്ട് അബി കഴിക്കാറില്ല, സ്കൂളിലാണ് കഴിക്കാറ്. നിനക്കാരാ ഇങ്ങനെ ഇഡലി കഴിക്കാൻ പഠിപ്പിച്ചത്? സഞ്ജീവ് ജിജ്ഞാസയോട് ചോദിച്ചു. തന്റെ വീട്ടിലെ ആരുടെയെങ്കിലും പേരായിരുന്നു അവൻ പ്രതീക്ഷിച്ചത്. എന്നാൽ ആമി ഒന്ന് തിരിഞ്ഞ് ദൂരെ കോർണർ ടേബിളിൽ ഇരിക്കുന്ന മായയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദാ അമ്മയെ പറഞ്ഞേ. ആമിമോൾ പറഞ്ഞത് കേട്ട് ഐസ്ക്രീം കഴിക്കുന്ന സച്ചിന്റെ തരിപ്പിൽ കയറി. അമ്മയോ? അവൻ ചോദിച്ചു. എന്നാൽ സഞ്ജീവ് ദൂരെ ഇരിക്കുന്ന മായയെ ഉറ്റുനോക്കുകയായിരുന്നു. അവളോട് അടങ്ങാത്ത ദേഷ്യം അവന് തോന്നി. തന്റെ മോനോട് വേണ്ടാത്തത് പറഞ്ഞു കൊടുത്ത് തന്നോട് അടുക്കാൻ നോക്കുകയാണ് അവൾ എന്നവൻ വീണ്ടും കരുതി. അവളുടെ ഒപ്പം അവളുടെ എതിർവശത്തായ ഒരു കുട്ടി ഇരിക്കുന്നത് അവൻ കണ്ടു. പുറന്തിരിഞ്ഞിരിക്കുന്നതിനാൽ മുഖം കണ്ടില്ല. അപ്പോഴാണ് അവന് രാവിലെ അജയുമായി അവൾ സംസാരിച്ചത് ഓർമ്മ വന്നത്. രാവിലെ വേറെ ഒരുത്തനൊപ്പം, ഇപ്പൊ എന്നോട് അടുത്ത് നോക്കുന്നു, സഞ്ജീവ് സ്വയം ചോദിച്ചു. ആത്മഗതമാണെങ്കിലും അത് അടുത്തിരുന്ന സച്ചിൻ കേട്ടിരുന്നു. അവനും മായയെ സൂക്ഷിച്ചു നോക്കി. ആ പെണ്ണ് എന്തൊക്കെയാ എന്റെ മോനോട് പറഞ്ഞിരിക്കുന്നത്? അമ്മയോ? ഇവരോട് ഓൾറെഡി ഒരു വാർണിംഗ് കൊടുത്തതല്ലേ ഞാൻ? സഞ്ജീവ് പെരുതെടുത്തു. എന്നിട്ട് മോളോട് നേർക്ക് തിരിഞ്ഞു. അവൾ നിന്റെ അമ്മയല്ല, നിനക്ക് അമ്മയില്ല എന്നവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അത് കേൾക്കെ മോൾക്കും വിഷമമായി. അച്ഛാ, അതാ എന്റെ അമ്മ. ആമി മോൾ കഴിക്കുന്നത് നിർത്തി സങ്കടവും ദേഷ്യവും കൂടി കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. സഞ്ജീവ് അത് കേൾക്കെ മോളുടെ നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട്
അഭി, ഞാൻ മുൻപേ നിന്നോട് പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കരുതെന്ന്. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് താക്കീത് നൽകി. അഭിയോ, ഇതെന്താ അച്ഛൻ തന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ഓർത്തെങ്കിലും അതിന് പ്രാധാന്യം കൊടുക്കാതെ ആമി അച്ഛാ, അമ്മയെ എന്റെ അമ്മയെ അച്ഛൻ കണ്ടില്ലെങ്കിൽ അച്ഛനെ എന്റെ അച്ഛനായി ഞാനും കാണില്ല എന്ന് ഉറപ്പോടെ പറഞ്ഞു. അത് കേൾക്കെ സഞ്ജീവിന്റെ ദേഷ്യം ഇരട്ടിച്ചു. അവൻ ദേഷ്യത്തിൽ ദൂരെയുള്ള മായയെ നോക്കി. അവളാണെങ്കിൽ ഇതൊന്നും അറിയാതെ ക്ഷീണം കാരണം ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. അഭി കഴിച്ചു കഴിയാൻ കാത്തിരിക്കുകയാണ് അവൾ. അവളുടെ കൂടെയാണോ നീ താഴെ വന്നത്? പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ സഞ്ജീവ് ചോദിച്ചു. ആണല്ലോ, അമ്മയുടെ കൂടെയാ ഞാൻ വന്നത്. ആമിമോൾ സാധാരണ പോലെ പറഞ്ഞു. മതി കഴിച്ചത്, വന്നേ അഭി, ഇനി നീ അവളോട് സംസാരിക്കണ്ട. സഞ്ജീവ് ദേഷ്യത്തിൽ അവിടുന്ന് എഴുന്നേറ്റ് ആമിയെ കൊണ്ട് പോകാനാഞ്ഞു. അച്ഛ വീട് വീട് മോള് പറഞ്ഞോണ്ടിരുന്നു. അവൻ അത് കേൾക്കാതെ ആമിമോളെ എടുത്ത് റൂമിലേക്ക് നടന്നു. അച്ഛ, അമ്മ സുന്ദരിയല്ലേ, സിനിമ നടിയെ പോലെ. അച്ഛനെന്താ അമ്മ ഇഷ്ടമല്ലാത്തത്? ആമിമോൾ ചോദിക്കുന്നത് കേൾക്കെ അവന് ദേഷ്യം വന്നു. മതി അഭി, ഇനി അവളെ കുറിച്ച് ഒന്നും സംസാരിക്കണ്ട. നീ കിടന്നുറങ്ങാൻ നോക്ക്, ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. സഞ്ജീവ് കുളിക്കാനായി ചെന്നു. ഇതേ സമയം താഴെ റെസ്റ്റോറന്റിൽ അഭി പിസയിലെ തക്കാളിയും ക്യാരറ്റും എടുത്ത് മാറ്റാതെ കഴിക്കുന്നത് കണ്ട് മായ അത്ഭുതപ്പെട്ടു. സാധാരണ ആമി എല്ലാം പെറുക്കി മാറ്റാനാണ് പതിവ്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് അഭി മായയെ നോക്കി. അമ്മേ, ഞാനൊരു കേക്ക് കൂടി വാങ്ങട്ടെ? അഭി നിഷ്കളങ്കമായി ചോദിച്ചു. നിറയെ കഴിക്കുന്നുണ്ട് നീ ഇപ്പോ, ശരി പോയി വാങ്ങിക്കും, അവൾ പറഞ്ഞു. അഭി അത് കേൾക്കെ സന്തോഷത്തോടെ കേക്ക് വാങ്ങാൻ പോയി. മായാണെങ്കിൽ അവിടെ സോഫയിൽ ചാരി കിടന്നു. സഞ്ജീവ് കുളിക്കാൻ പോയ തക്കം നോക്കി ആമിമോൾ അവിടെ ഇറങ്ങി അവളുടെ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു. സോഫയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന മായയെ അവൾ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അമ്മേ, വാ നമുക്ക് പോവാം. മായയെ തട്ടി ഉണർത്തി അവൾ പറഞ്ഞു. അപ്പം നിനക്ക് കേക്ക് വേണ്ടേ? കേക്ക് വേണമെന്ന് പറഞ്ഞു പോയതല്ലേ നീ? മായ ചോദിച്ചു. വേണ്ട, എനിക്ക് കേക്കൊന്നും വേണ്ട, മോള് പറഞ്ഞു. എപ്പോഴെങ്കിലും തോന്നിയല്ലോ, ഓക്കെ വാ പോവാം. ഒരു കോട്ടുമായി ഇട്ടുകൊണ്ട് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ബിൽ ബുക്കിൽ പൈസ വെച്ച് അവൾ മോളെയും കൊണ്ട് റൂമിലേക്ക് പോയി. ഇതേ സമയം മായയ്ക്ക് കേക്ക് വേണമെന്ന് ചോദിക്കാനായി തിരികെ വന്ന അഭി അവിടെ തന്റെ അമ്മയെ കാണാതെ വിഷമിച്ചു. അമ്മ എവിടെ പോയി? അവൻ സ്വയം ചോദിച്ചതും പുറകിൽ നിന്ന് സഞ്ജീവ് അവനെ പൊക്കിയെടുത്ത് റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ മോനെ കാണാതെ സംശയത്തോടെ വന്നതാണ് അവൻ. പറഞ്ഞ കേക്കില്ല അഭിനി? സഞ്ജീവ് മുറിയിലെത്തി ദേഷ്യത്തിൽ ചോദിച്ചു. ഒറ്റയ്ക്ക് പുറത്ത് പോകരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? സഞ്ജീവ് നല്ല കോപത്തിലായിരുന്നു. അഭിയാണെങ്കിൽ ഒന്നും പറയാതെ നേരെ അവന്റെ റൂമിൽ പോയി കിടന്നു. അവന്റെ ഉള്ളിൽ അമ്മ അവനെ വിട്ടിട്ട് പോയ സങ്കടമായിരുന്നു. സഞ്ജീവ് ദേഷ്യത്തിൽ തന്റെ ഫോൺ എടുത്ത് സച്ചിനെ വിളിച്ച് എന്നിട്ട് അവനോട് എന്തോ നിർദ്ദേശം കൊടുത്തു. റൂമിൽ ചെന്ന് ആമിമോളുടെ ഡ്രസ്സ് മാറ്റിച്ച് അവർ രണ്ടുപേരും കിടക്കാൻ പോകുമ്പോഴാണ് കോളിംഗ് ബെൽ കേട്ടത്. മോളെ ചെന്ന് ആരാണെന്ന് നോക്കിക്കേ, മായ പറഞ്ഞു. എനിക്ക് മായ അമ്മ എന്ന് പറഞ്ഞ് അവൾ ബെഡിലിരുന്ന് വേഗം ഫോൺ എടുത്ത് ഗെയിം ഓപ്പൺ ചെയ്തു. മായ ഡോർ തുറക്കാനായി ചെന്നു. ഇതേ സമയം പുറത്ത് അവളെ കാത്തുന്നത് പോലെ നിൽക്കുകയായിരുന്നു സച്ചിൻ. അവന്റെ കയ്യിൽ ഫോണും ഉണ്ട്. ഫോണിൽ ഗെയിം കളിക്കുകയായിരുന്നു അവൻ. നേരത്തെ അഭിയും ആമിയും കളിച്ച അതേ ഗെയിം. ഓക്കെ ഗോ ഓൺ. അവൻ ഫോൺ നോക്കി പറഞ്ഞ സമയത്താണ് മായ വാതിൽ തുറന്നത്. സച്ചിനെ കണ്ട് അവൾ ആരാണെന്ന പോലെ നോക്കി. ഹായ് മാഡം, ഞാൻ സച്ചിൻ, ഈ ഹോട്ടലിന്റെ ഓണർ സഞ്ജീവിന്റെ അനിയനാണ്. സച്ചിൻ അവനെ സ്വയം പരിചയപ്പെടുത്തി. അത് കേൾക്കെ മായ ഒന്ന് ഞെട്ടി. ആദ്യത്തെ പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വന്നു. ഇത് സഞ്ജീവിന്റെ ഹോട്ടലാണോ? അതാണോ അയാളെ ഇടയ്ക്കിടെ ഇവിടെ വെച്ച് കാണുന്നത്? അവൾ ഓർത്തു. അത് അവൾക്കൊരു പുതിയ അറിവായിരുന്നു. എനിക്ക് അകത്തേക്ക് വരാമോ? സച്ചിൻ വിനയത്തോട് ചോദിച്ചു. ആ യെസ് സച്ചിൻ, വരൂ. മായ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. താങ്ക് യു മിസ്സസ്. അവൻ അവളുടെ പേര് ചോദിച്ചു. മായ. അവൾ പൂർണ്ണമായും തന്റെ പേര് പറഞ്ഞില്ല. ഓക്കെ മിസ്സസ് മായ, ഞാനിപ്പോൾ വന്നത് നിങ്ങൾ ഈ മുറി വെക്കേറ്റ് ചെയ്യണം എന്ന് പറയാനാണ്. നിങ്ങളുടെ പേയ്മെന്റ് ചെയ്ത പൈസ എല്ലാം ഞങ്ങൾ തിരികെ തരാം. സച്ചിൻ ആദ്യം അനുനയത്തിൽ സംസാരിച്ചു തുടങ്ങിയെങ്കിലും അവസാനം എത്തുമ്പോൾ അവന്റെ സ്വരത്തിൽ ഭീഷണി കലർന്നിരുന്നു. വാട്ട്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അവൻ പറഞ്ഞത് കേട്ട് മായ ദേഷ്യത്തിൽ ചോദിച്ചു. പെട്ടെന്ന് വന്ന് റൂം വെക്കേറ്റ് ചെയ്യണമെന്ന് സച്ചിൻ പറഞ്ഞത് കേട്ട് മായ ഞെട്ടിപ്പോയിരുന്നു.